എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജയ്ക്ക് ബാലകുമാർ ഫൗണ്ടറായി എനിക്ക് മെൻഡറെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അതിന്റെ രേഖ കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ സാധനം ഫോർജ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാവണം. താൻ പറയില്ലല്ലേ? പറഞ്ഞാലേ പറയാൻ പറ്റൂ. അത് പറയാത്തോടത്തോളം കാലം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പച്ചക്കള്ളം, മുഖ്യമന്ത്രി പറഞ്ഞതാണ് അസംബന്ധം. മനസ്സിലായോ? അത് ഇനിയിപ്പോ കമ്പനിയുടെയാണ്, പേഴ്സണലാണ്, മറ്റാണ്, മറിച്ചാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അത്രേ പറഞ്ഞോളൂ. അങ്ങയുടെ മകള് വെബ്സൈറ്റിൽ ഡിക്ലെയർ ചെയ്ത പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവരെ വളരെ ബഹുമാനത്തോടു കൂടി നിർത്തിയാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഇത്ര വറീഡായത് അദ്ദേഹം? എന്തിനാണ് അദ്ദേഹം ക്ഷോഭിച്ചത്? ഇനിയിപ്പോൾ അഥവാ ജയ്ക്ക് ബാലകുമാർ അദ്ദേഹത്തെ അവരുടെ മെന്ററാണെന്ന് പറഞ്ഞിരിക്കട്ടെ, ഒന്നും ഒളിക്കാനും മറക്കാനും ഇല്ലെങ്കിൽ എന്തിനു നിങ്ങൾ നാണിക്കണം? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അയാൾ എത്ര മോശക്കാരനാ? നമ്മൾ വേറെ എന്തെങ്കിലും ആരോപണം ഞങ്ങൾ പറഞ്ഞോ? വൈ? ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ് ഷാനി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ശിവശങ്കർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ ഒരു കിങ് പിൻ പോലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ? സ്പ്രിംഗ്ലർ കരാറിന് വേണ്ടിയിട്ട് ഈ സ്വാഭാവികമായിട്ടും PwCയും എക്സാലോജിക്കും ഒക്കെ കണക്ട് ചെയ്ത് അദ്ദേഹമാണ്. അതേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് നിരവധിയായ കൺസൾട്ടൻസി കേരളത്തിൽ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അവർക്ക് കൊടുത്ത കൺസൾട്ടൻസി റദ്ദ് ചെയ്യേണ്ട വന്നില്ലേ പിന്നീട്? ഇല്ലീഗാലിറ്റി ഉള്ളത് കൊണ്ടല്ലേ റദ്ദ് ചെയ്യേണ്ട വന്നത്? അല്ലെങ്കിൽ ഇംപ്രോപ്പറൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട് ഓഫ് വേ ചെയ്തുകൊണ്ടല്ലേ റദ്ദ് ചെയ്യേണ്ട വന്നത്? ഇതെല്ലാം കൂട്ടി വേണ്ട വായിക്കാൻ. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. എന്തുകൊണ്ടാണ് ഹോണറബിൾ CM നിങ്ങൾ ഇന്ന് ഈ ഒരു ആരോപണത്തിന്റെ ക്ലൗഡിൽ വരുന്നത്? 1 2 3 4 ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു വരികയായിരുന്നു. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അതിന്റെ 1 ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു. പിണറായി വിജയന്റെ മകള് ചെയ്ത ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങളെ അന്വേഷിച്ചപ്പോൾ പോയതാണോ? നോ, ഇറ്റ് വാസ് ഇൻ പബ്ലിക് ഡൊമൈൻ. ഇപ്പൊ വീട്ടിലിരിക്കുന്നവരെ വലിച്ചഴിക്കരുന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവര് വീട്ടിലിരിക്കുന്നവരല്ല. ഷീ ഈസ് റണ്ണിങ് എ കമ്പനി. ക്രോർസ് ഓഫ് റുപ്പീസ് വർത്ത് കമ്പനിയെ റൺ ചെയ്യാണ്. ഇവിടുത്തെ പാവപ്പെട്ട SFI കാരൻ ഒരുപക്ഷെ ഈ റഹീമൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഞാൻ ഓർത്തു പോവാണ്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. 1996 കൂത്തുപറമ്പില് മരിച്ചു വീണ രാജീവനും മധുവും ഷിബുലാലും അടക്കമുള്ളവരുടെ രക്തത്തിന്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് സ്വയാശ്രയ കോളേജിൽ പോയി പഠിച്ചു വന്ന വീണ വിജയന് വേണ്ടി വൃത്തികെട്ട ഏർപ്പാട്. അവരിപ്പോ വലിയ കമ്പനി സ്ഥാപിച്ചപ്പോ സാമ്രാജ്യത്വത്തിനെതിരെ നിരന്തരം മുദ്രാവാക്യം വിളിക്കുന്ന, സാമ്രാജ്യത്വത്തിന് എതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അതല്ലെങ്കിൽ കൺസൾട്ടൻസികളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന, കൺസൾട്ടൻസി സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഈ DYFIയും SFIയും ഒക്കെ പറഞ്ഞവർ തന്നെ വീണ വിജയനെ പോലെ ഒരാളെ ഇതുപോലെ വന്നിരുന്ന് ന്യായീകരിക്കണം. വീണ വിജയൻ സ്വയാശ്രയ കോളേജ് പഠിച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല. അവര് കമ്പനി തുടങ്ങിയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അവർ പണമുണ്ടാക്കിയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവർ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ആ വീണ വിജയനെ ജസ്റ്റിഫൈ ചെയ്യാൻ റഹീം പാടുപെടുന്നത് ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥയാണെന്ന് എനിക്ക് പറയേണ്ടി വരില്ല. മാത്യുവിനോട് കുറെ കാര്യങ്ങൾ കണക്ക് തീർത്ത് ചോദിക്കാനുണ്ട്. മാത്യു പറയുന്നത് എന്താണ് മാത്യുവിന്റെ സ്പെസിഫിക് ആരോപണം? മാത്യു പറയണം. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. എന്താ നീ പിറുപിറുക്കണേ? ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. മാത്യു ഉന്നയിച്ച സഭയിലും വാർത്താ സമ്മേളനവും മുഴുനീളം ഞാനിരുന്ന് കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഈ സൈറ്റ് അപ്രത്യക്ഷമായതിലാണ് ഒന്നാമത്തെ ദുരൂഹത. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് 2, അദ്ദേഹം ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന വീണയുടെ പേര് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടതിനു ശേഷമാണ് സൈറ്റ് ദുരൂഹമായി അപ്രത്യക്ഷമായത്. തെറ്റ്. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നിപ്പോ ഇത്ര ആധികാരികമായിട്ട് റഹീം എല്ലാം പറഞ്ഞല്ലോ. ഇന്നത്തെ ദിവസം എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് ഇപ്പൊ കാണാതായി. അറിയോ? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അറിയോ അതിനെ കുറിച്ച് എന്തെങ്കിലും? അതോ ഇനിയിപ്പോ ഇന്നും പൈസ തീർന്നതാണോ? അറിയോ? ഇപ്പൊ എക്സാലോജിക് എന്ന കമ്പനി നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ ജീവനക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ക്യാൻ യു ഗീവ് ആൻ ആൻസർ? പറയട്ടെ, ഇന്നിപ്പോ അപ്രത്യക്ഷമായതിനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല.
ഹരിതയുടെ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു സ്ഥിര പ്രാതിനിധ്യമായി കാണുന്നുണ്ട്. നിന്റെ പണി ഇതാണോടാ? അദ്ദേഹം മുന്നോട്ട് വെച്ച ജനാധിപത്യ ആശയങ്ങളെയൊക്കെ, പുരോഗമന ആശയങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ഓരോ വാക്കുകളെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ജനാധിപത്യ ബോധത്തോടു കൂടി സ്വീകരിക്കുന്നു. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആണധികാരത്തിന്റെ തടവറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്തരത്തിൽ മനോഭാവമാണ് പ്രശ്നം എന്നൊക്കെയുള്ള ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റുകളെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. ഹരിതയുടെ വിഷയം ചർച്ചയ്ക്ക് വന്ന ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മനപ്രയാസം എന്ന് പറയുന്നത്, ഹരിതയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം എ റഹീമിന് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ റീസെന്റ് ആയിക്കൊണ്ട് KTDCയുടെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനക്കയറ്റം കിട്ടിയ PK ശശിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നേ ഇല്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. താങ്കൾ തിരുത്തലുകളെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഞാൻ നേരത്തെയും സംസാരിച്ചു. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജസ്റ്റിസ്, നീതി എന്ന ആശയത്തിന് തിരുത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. വളരെ റീസെന്റ് ആയിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മുടെ മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രസ്താവന, അതിനു മുൻപ് വിജയരാഘവന്റെ നിരന്തരമായ പ്രസ്താവനകൾ. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ. ഇത്തരത്തിലുള്ള തികച്ചു സ്ത്രീവിരുദ്ധമായ, ആളുകളെ പൂതന എന്ന് വിളിക്കുന്ന, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ആ പാർട്ടിക്കുള്ളിലുണ്ട്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, അഡ്രസ് ചെയ്യുകയും തിരുത്തപ്പെടേണ്ടതുമാണ്. അതിൽ അപലപിക്കുകയെങ്കിലും ചെയ്തിട്ട് ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച്, അതിലും അപ്പുറത്തായിക്കൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. അതിനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ട്. അത് അപ്പോൾ മാത്രമാണ്. എന്ന് ആവർത്തിച്ചൊരു കാര്യമുണ്ട്. ഇത് പൊളിറ്റിക്കൽ പാർട്ടികളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, ഓരോ ഓർഗനൈസേഷനുകളിലും ഉള്ള വിഷയമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഈ പാർട്ടിക്കകത്തും പ്രശ്നമുണ്ട്, മറ്റൊരു പാർട്ടിക്കകത്തും പ്രശ്നമുണ്ട്. വളരെ പുരോഗമന സ്വഭാവം പേറുന്നതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയാണല്ലോ CPM എന്ന് പറയുന്നത്. മറ്റൊരു ഓരോ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. മാതൃകയാവേണ്ട പുരോഗതികൾ ഞങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് അവകാശപ്പെടുന്ന സംഘടനയാണ് CPM. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അതിനകത്ത് ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, അതിനെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ആവർത്തിക്കാതെ നോക്കാനുള്ള കഴിവ് കൂടി അവർക്ക് ഉണ്ടാവണമായിരുന്നു. അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. എന്തുകൊണ്ടുണ്ടായില്ല? വീണ്ടും ഉണ്ടായിട്ടില്ലേ? എത്ര പ്രാവശ്യമായി പരാതികൾ വരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ SFIയിലും DYFലും പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരുണ്ട്. അവർക്കൊന്നും ഇത്തരത്തിൽ പരാതി ഉന്നയിക്കാൻ പോലുള്ള ഒരു സ്പേസ് ഇല്ല എന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്, അത് ആ പാർട്ടിയുടെ കേഡർ സ്വഭാവമാണ്. അത് ആ പാർട്ടിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. രണ്ടാമതായിട്ട്, ഇങ്ങനെയുള്ള അബ്യൂസുകൾ അതിനകത്ത് നിന്ന് പുറത്തു വരിക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ആ പ്രോസസ് കടന്ന് വന്ന് ഈ പരാതി പൊതുസമൂഹത്തിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.